വെൽക്കം ബാക്ക് ടു ടോപ്പ് ടിപ്പ്. നമ്മളിന്ന് പോകുന്നത് ഒമാനിലെ കസബിലോട്ടാണ്. റാസൽ കൈമയിൽ നിന്നും E11 റോഡ് മാർഗം അൽ ദഹ്റ ബോർഡർ ക്രോസിംഗ് സ്റ്റേഷൻ കടന്ന് ഏകദേശം 47 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കസബ് ഹാർബറിൽ എത്തിച്ചേരാവുന്നതാണ്. ദെയ്ദിൽ നിന്നാണ് ഞാൻ പോരുന്നത്. ദെയ്ദിൽ നിന്ന് 2 മണിക്കൂറോളം ഉണ്ട്. റാസൽ കൈമയിൽ നിന്ന് ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കഷ്ടി 45 മിനിറ്റ് എടുക്കും നമ്മൾ ഹാർബറിൽ എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ കസബിലോട്ട് പോരണമെങ്കിൽ കസബ് മുസാണ്ടവും ദിബ്ബ മുസാണ്ടവും ഉണ്ട്. ദിബ്ബ മുസാണ്ടത്തിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വിസ സ്റ്റാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കസബിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വിസ സ്റ്റാമ്പ് ചെയ്യണം. മുസാണ്ടത്തിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ട്രാവൽ ഏജൻസിയിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു പ്രീ അപ്രൂവൽ എടുക്കണം. അത് അവർ പ്രീ അപ്രൂവൽ എടുത്തു തരും. അപ്പോൾ നമുക്ക് ദിബ്ബ വഴി ദിബ്ബ മുസാണ്ടത്തിലോട്ട് ഈസി ആയിട്ട് പോവാം. സ്റ്റാമ്പിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കസബിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡറിൽ നിന്ന് വിസ എടുക്കണം. വിസയ്ക്ക് ദുബായിൽ നിന്ന് എക്സിറ്റ് ആവാൻ ഒരു 35 ദിർഹംസും ഒമാനിൽ എൻ്റർ ആവാൻ വേണ്ടിയിട്ട് ഒരു 50 ദിർഹംസും വരുന്നുണ്ട്. ടോട്ടൽ ഒരു 85 ദിർഹംസാണ് നമുക്ക് ഒരാൾക്ക് വിസ സ്റ്റാമ്പിങ്ങിനും മറ്റുമായിട്ട് അവിടെ ചിലവാകുന്നത്. കസബിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എല്ലാ പ്രൊഫഷനും പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മുസാണ്ടത്തിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിലും കസബിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിലും എല്ലാവിധ ഹെൽപ്പുകൾക്കും നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നിട്ടുള്ളത് കോർ മുസാണ്ടം ടൂർസ് ആണ്. കോർ മുസാണ്ടം ടൂർസിലെ മിസ്റ്റർ അനൂപ് ഉണ്ട്. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ട്രിപ്പാണോ ആവശ്യം, പലതരത്തിലുള്ള നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ട്രിപ്പ് ഡിസൈൻ ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. ഹാഫ് ഡേ ട്രിപ്പ് വേണോ, ഫുൾ ഡേ ട്രിപ്പ് വേണോ, ഓവർനൈറ്റ് ക്യാമ്പിങ് വേണോ, അങ്ങനെ നമുക്ക് ഏത് തരത്തിലുള്ള ട്രിപ്പാണ് നമുക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് ഡിസൈൻ ചെയ്ത് തരികയും ചെയ്യും. പിന്നെ ഈ ദിബ്ബ മുസാണ്ടവും കസബ് മുസാണ്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ദിബ്ബ മുസാണ്ടത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ് ഉള്ളത്. പക്ഷേ നമുക്ക് അവിടെ ഡോൾഫിൻസിനൊന്നും കാണാൻ ഷുവറായിട്ട് കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കസബിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോൾഫിൻസ് ഷുവറായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ആ കസബിലോട്ട് പോകുന്ന വഴി അതൊന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട വഴി തന്നെയാണ്. ഒരു സൈഡിൽ തൊട്ട് കിടക്കുന്ന കടലും മറു സൈഡിൽ തൊട്ട് കിടക്കുന്ന മലയും, രണ്ടിൻ്റെ ഇടയിലുള്ള ഏകദേശം ഒരു 40 കിലോമീറ്റർ ഡ്രൈവ് നല്ല ഡ്രൈവിംഗ് ക്രേസ് ഉള്ളവർക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്കും മനോഹരമായ ഒരു യാത്രയായിരിക്കും. അതെ, കസബ് വടക്കൻ ഒമാനിലെ മുസാണ്ടം പെനിൻസുലയിലുള്ള ഒരു തുറമുഖ നഗരമാണ് കസബ്.
52 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ ഈ തുറമുഖ നഗരത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ശിലാഫലകങ്ങളും കരകൗശല വസ്തുക്കളും പുരാവസ്തു കണ്ടെത്തലുകളും നിറഞ്ഞ കസബ് കോട്ടയിലെ മ്യൂസിയവും, കൂടാതെ കസബ് ഹാർബറിൽ നിന്നും ഡോ ക്രൂയിസിലേറി ഹർമൂസ് കടലിടക്കും കടന്ന് തീരദേശ കാഴ്ചകളും ഡോൾഫിൻ കാഴ്ചകളും പിന്നെ തെക്കുകിഴക്കൻ പർവ്വത ഗ്രാമങ്ങളും പച്ചത്താഴ്വാരങ്ങളും ചുറ്റി കാലങ്ങൾ കൊണ്ട് തൻ്റെ കരവിരുതിൽ കല്ലിൽ കൊത്തിവെച്ച സമുദ്ര ഫോസിലുകൾക്ക് പേരുകേട്ട ജബൽ ഹരീം കൊടുമുടിയും കണ്ട് ഈ മനോഹര സ്ഥലം പണ്ടേ കണ്ടെത്തി അതിൻ്റെ സൗന്ദര്യം നുകരാൻ ബ്രിട്ടീഷുകാർ വന്ന് ക്യാമ്പ് ചെയ്തിരുന്ന ടെലിഗ്രാഫിക് ഐലൻഡും കണ്ട് അതിൻ്റെ താഴെ വർണ്ണമത്സ്യങ്ങളൊത്ത് ഒരു കുളിയും പാസാക്കി സ്ക്യൂബ ഡൈവും ബനാന ബോട്ടും സ്നോർക്കലിങ്ങും സ്പീഡ് ബോട്ട് ഡ്രൈവും ആസ്വദിക്കാം. UAE-യിലെ തണുപ്പു നിറഞ്ഞ ഈ സുന്ദര കാലാവസ്ഥയിൽ ചിലവ് കുറഞ്ഞ ഒരു ഏകദിന യാത്ര ആഗ്രഹിക്കുന്ന എല്ലാ പ്രകൃതി സ്നേഹികളെയും ഞാൻ ഈ കസബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഔട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ഫാമിലിക്കായാലും ബാച്ചിലേഴ്സിനായാലും ഒരു ദിവസം കൊണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കസബ്. നിങ്ങൾക്ക് ഏകദേശം കാലത്ത് നമ്മളവിടെ 9:30 അവരെ ബോട്ടിംഗ് സ്റ്റാർട്ടിങ് ടൈം. അപ്പോൾ നമ്മളൊരു 9:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ 1:30 വരെയുള്ള ഹാഫ് ഡേ ക്രൂയിസ് എടുത്താലും മതി. നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചെത്താവുന്നതേ ഉള്ളൂ. അതല്ല ഫുൾ ഡേ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട്. താഴെ പറഞ്ഞ മിസ്റ്റർ അനൂപിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഭക്ഷണത്തോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ബോട്ടിൽ കൊടുന്ന് ഭക്ഷണം സെർവ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നതാണ്. നല്ലൊരു ഫ്രണ്ട്ലി സ്റ്റാഫ്സാണ് എല്ലാവരും. ബോട്ട് ഡ്രൈവേഴ്സ് ആയാലും കോർഡിനേറ്റേഴ്സ് ആയാലും എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. പിന്നെ ബോട്ടിൽ തന്നെ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള ചെറിയൊരു സൗകര്യം അതുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കാനുള്ള സ്പീഡ് ബോട്ട് സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും സേഫ് ആൻഡ് സെക്യൂർ ആയ ഒരു യാത്ര തന്നെയാണ് ഈ ട്രിപ്പിൽ നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിലുപരി എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഈ ട്രിപ്പ് ഒന്ന് എൻജോയ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക്സ്.